നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. ബേസിലിന്റെ ആവേശം ടോവിനോ തൂക്കി. തൊട്ട് അവസാനം വരെ നമ്മൾ ആരും ചിരിക്കാതിരുന്നിട്ടില്ല. അത് കളിക്കിട്ടോ, പെർഫെക്റ്റ്. ഓക്കെ, നീ തെളിച്ചു മോനെ. ഈ പടം കത്തിയത് സെക്കൻഡ്. എക്സ് ഫാക്ടർ ആര്? എക്സ് ഫാക്ടറീസ് വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തേ. തൂക്കി. ഷാനും വിനീത് വന്നപ്പോഴാണ് അതിന്റെ ഒരു സാധനം കയറി. ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലാവും. ടോവിനോ ആണ് ഇതിനകത്ത് കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കുന്നത്. ടോവിനോ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. പിന്നെ ടോവിനോയും ബേസിലും എല്ലാം കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുള്ള. സാക്ഷാൽ തോറാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ ആക്രി വിലക്ക് വാങ്ങിയ കാറുകളാ, ഫൈറ്റിന് അടിച്ച് പൊളിക്കാൻ. അല്ല, ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? കിടിലം എന്റർടൈനർ ആണ്. ഈഗോ ക്ലാസ് ആണ് തീം. മൊത്തത്തിൽ ടോവിനായാലും ബേസിലായാലും എല്ലാവരും പൊളിച്ചിറക്കിയിട്ടുണ്ട്. എന്ത് ബുദ്ധിയാണോ നിനക്ക്? നീ മലയാള സിനിമയെ വേറെ തലത്തിലെത്തിക്കും. സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ടോ? ആ സർപ്രൈസ്, ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നല്ല റോളുണ്ട്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. അതിരടി നിങ്ങൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫണ്ണായിട്ട് പോയി കണ്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും അതൊരു അത്യാവശ്യമായി. ആ തല തെറിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. ഇജ്ജ് പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.